ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് കെ ഫാമിലി. അപ്പോൾ രാവിലെ ദാണ്ട് ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗാണിന്ന്. ഏട്ടനും പിള്ളേരും ഒക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ മലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിച്ചിട്ട് മോളെയും കുളിപ്പിച്ച് പിന്നെ ബലൂണൊക്കെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ബലൂണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കിച്ചുമായിരുന്നു കേട്ടോ അതെല്ലാം ചെയ്തത്. അപ്പോഴേക്കും ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്ന് റെഡി ആവുകയാണ്. അമ്പലത്തിൽ പോകണം, ഏട്ടനും എണീറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ആൾ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബൈക്കിൽ നമ്മുടെ ചെറുക്കര അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്പലത്തിലെത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തൊഴുത് ഒരു അർച്ചനയൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങി. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ദാണ്ട് അവിടുത്തെ തോടൊക്കെ നിറഞ്ഞ് കിടക്കുമായിരുന്നു. ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കുമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള കടയിൽ മിഠായി മേടിക്കാനായിട്ട് കയറിയതാണ്. കയറി തിരിച്ച് ഇറങ്ങാൻ പോയപ്പോഴേക്കും വീണ്ടും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോഴത്തേക്കും ഇവിടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടക്കുക. അച്ചും കിച്ചും പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടിയായിരുന്നു ഇതെല്ലാം ചെയ്തത്. പിന്നെ നമുക്ക് ഫുഡായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ തൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ചേച്ചിയാണ്, ചേച്ചിയും മോളും. പിന്നെ ഇത് ചേച്ചിയുടെ മോളാണ്. പിന്നെ കുറച്ച് ഫാമിലിയിലുള്ള നമ്മുടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുമ്പിയെ ഞാൻ ഒരുക്കി, അവൾ താണ്ട് ഈ ഒരു ബനിയനും ഒരു പാൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കേക്ക് ഞാൻ പറഞ്ഞ് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൈഡർമാൻ കേക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇത് ചെയ്തു തരുന്നത്. നമ്മൾ തുമ്പിയുടെ ബർത്ത്ഡേക്കൊക്കെ ചേച്ചിയെ കൊണ്ട് തന്നെ ആയിരുന്നു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ആൾ കാലുകൊണ്ട് തന്നെ കേക്ക് ഫസ്റ്റ് ചവിട്ടിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു 12:30 ആയപ്പോൾ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നവർക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് ഫുഡും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളാണെങ്കിൽ ഒരു 2 മാസം അടുപ്പിച്ച് വഞ്ചിയിൽ പൈസ കൂട്ടി വെച്ചിട്ട് മോന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോന്. അങ്ങനെ അതൊക്കെ അവൾക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനോട് ജോലിക്ക് പോയ കുറേ പേര് രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ചെറിയൊരു രീതിയിലൊക്കെ ആയിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.